ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് റീൽ ചെയ്തതും ക്ഷേത്രക്കുളത്ത് കാൽ കഴുകിയതും കഴിഞ്ഞ ദിവസം വിവാദമായിരുന്നു. ഹൈക്കോടതി വിലക്കിയ ഏരിയയിലാണ് ജാസ്മിൻ റീൽ ചിത്രീകരിച്ചത്. പരാതി വന്നതോടെ ജാസ്മിന്റെ വീഡിയോ നീക്കം ചെയ്ത് ക്ഷമ ചോദിച്ച് പറഞ്ഞിരുന്നു. പിന്നാലെ ഇവിടെ ശുദ്ധകലശം നടത്താൻ തീരുമാനിച്ചു. മുമ്പൊരിക്കൽ നടി ജീവരാ ജാസ്മിനും സമാന അനുഭവം പങ്കുണ്ടായിട്ടുണ്ട്. ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകനായ ശാന്തവിള ദിനേശ്. മീര ജാസ്മിനെയും ജാസ്മിൻ ജാഫറിനെയും പ്രവൃത്തിയിൽ വ്യത്യാസമുണ്ടെന്ന് ആലപ്പി പറയുന്നു. തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2006-ൽ പ്രശസ്ത നടി മീര ജാസ്മിൻ എന്ന ജാസ്മിൻ മേരി ജോസഫ് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ കയറി ഭക്തിയോടെ പ്രാർത്ഥിച്ചു. അഹിന്ദുക്കൾക്ക് പ്രവേശമില്ലാത്ത ക്ഷേത്രമായിരുന്നു അത്. അന്ന് ആ പ്രവൃത്തി വിവാദമാകുകയും പ്രതിഷേധത്തിന് കാരണമാകുകയും ചെയ്തു. ഒടുവിൽ തെറ്റ് ഏറ്റുപറഞ്ഞ് മീര ജാസ്മിൻ അവിടെ ശുദ്ധകലശം നടത്താൻ 10,000 രൂപ പിഴയടച്ചു. അന്നത് വലിയ വാർത്തയായിരുന്നു. ഇവിടെ ഇപ്പോൾ മറ്റൊരു ജാസ്മിൻ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ജാസ്മിൻ ജാഫർ ഇതിനു മുമ്പും വിവാദങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എല്ലാ വിശ്വാസികളും അവരുടേതായ അനുഷ്ഠാനങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. ആ വിശ്വാസം മാനിക്കുന്നത് കൊണ്ടാണ് നാമൊക്കെ സൗഹാർദ്ദപൂർവ്വം ഇവിടെ ജീവിക്കുന്നത്. ജാസ്മിൻ ജാഫർ ഗുരുവായൂർ അമ്പലനട ക്ഷേത്ര പരിസരത്ത് വീഡിയോ ചിത്രീകരിച്ച് ഒരുവിധം ന്യായീകരിക്കാവുന്ന ഒന്നല്ല. ജാസ്മിൻ ഇത് യുപിയിൽ ചെയ്തിരുന്നെങ്കിൽ ജാസ്മിന്റെ വീട്ടിലേക്ക് ഒരു ബുൾഡോസർ വരും, ഇടിച്ച് നിരത്തും. കൂടാതെ ജാസ്മിന്റെ പേരിൽ 150 കേസ് ചാർജപ്പെടും. പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും വെളിച്ചം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നടി മീര ജാസ്മിൻ തളിപ്പറമ്പ് ക്ഷേത്രത്തിൽ കയറിയത് ഭക്തി കൊണ്ടും വിശ്വാസം കൊണ്ടാണ്. അറിയാതെ തെറ്റ് ചെയ്തതിന് അവർ ക്ഷമാപണം നടത്തി പ്രായശ്ചിത്തവും ചെയ്തു. എന്നാൽ ജാസ്മിൻ ജാഫർ ചെയ്തത് റീൽസ് ഉണ്ടാക്കി പണം സമ്പാദിപ്പിക്കാൻ വേണ്ടിയാണെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു. ആലപ്പി അഷ്റഫിന്റെ അഭിപ്രായത്തെ അനുകൂലിച്ചാണ് കമന്റുകളെല്ലാം. ഗുരുവായൂരപ്പൻ അമ്പലത്തിൽ കയറി നേരിൽ കണ്ട് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചാണല്ലോ ഗാനഗന്ധർവൻ യേശുദാസ്. അതിന് അനുമതി നൽകാത്തപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ച് നിരവധി പേർ വന്നിരുന്നു. എന്നിട്ടും ആ ആഗ്രഹം ഇന്നും നടക്കാതെ പോയതിന്റെ കാരണം അവിടെ ചില നിയമങ്ങളും നിബന്ധനകളും ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടല്ലേ. അല്ലാതെ ആർക്കും വന്ന് കാൽ കഴുകി പോകാനുള്ള ഇടമല്ലെന്ന് അത് മനസ്സിലാക്കണം.